നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ന്യൂസ് കണ്ടതുകൊണ്ടേ ഞാൻ ചെറുതായിട്ട് ഈ ഒരു വാർത്തകൾക്കൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് യാതൊരു കാരണവശാലും പ്രതികരിക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തോട് ഒരു രണ്ട് വാക്ക് പുള്ളിയോട് മാത്രമല്ല പൊതുസമൂഹത്തോടും കൂടി ഒരു രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ആദ്യം ഞാൻ ആ പുള്ളി പറഞ്ഞ കാര്യം ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മുസൽമാനാണ്. കടിച്ചിക്ക് പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങയുടെ വാപ്പ മോത്തിലാറിലവർ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മനുഷ്യടക്കം പുള്ളി പെരക്കാത്തല്ലേ പെരക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? അതിൽ കൂടുതൽ ഇനി ഞാൻ കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. എല്ലാവരും ഇത് കണ്ടൊരു വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലും അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുമൊക്കെ നല്ല ഒരു പങ്ക് വഹിച്ച നമ്മുടെ രാജ്യത്തിൽ തന്നെ എടുത്തു പറയാവുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ വ്യക്തിത്വങ്ങളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു. അതായത് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരനും അഭിമാനം തന്നെയാണ്. അത് ഇൻ്റർനാഷണലി തന്നെ ഏതൊരു രാജ്യത്ത് നിന്നാലും നെഹ്റുവിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ആ ഒരു മനുഷ്യൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസി അല്ലായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം ആധികാരികമായിട്ട് പറയാം. നെഹ്റു എന്ന് പറയുന്നത് ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസി അല്ലായിരുന്നു. കാരണം നമ്മുടെ ഭരണഘടന അതിനുള്ള അനുവാദവും നൽകുന്നത് കൊണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസി അല്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറയുന്നതിന് ഒസിയത്ത് എന്ന് പറയും. ആ ഒസിയത്ത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മതപരമായ ഒരു ചടങ്ങിലും എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ മതപരമായ രീതിയിലൊക്കെ ആയിരിക്കും നമ്മളെ അടക്കം ചെയ്യുന്നത്. ദഹിപ്പിക്കുന്നവരങ്ങനെ, അടക്കുന്നവരങ്ങനെ. അതിന് ഓരോ മതവിശ്വാസികൾക്കും ഓരോ ചിട്ടങ്ങളുണ്ട്. മതം ഇല്ലാത്തവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും. അപ്പോൾ എന്നെ ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടി എൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഒന്നും ചെയ്യരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഒസിയത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹമാണ് 5 നേരം മുറി അടച്ചിരുന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു എന്ന് താങ്കൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നോ? അതോ അദ്ദേഹത്തിൻ്റെ പൂർവികർ അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ മുറിയടച്ച് നിസ്കരിക്കുമ്പോൾ താങ്കളായിരുന്നോ വാതിലടച്ചിട്ട് പുറത്ത് നിന്നിരുന്നത്? അല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കും അതറിയാൻ അവകാശമുണ്ട് കേട്ടോ സർ. അതുകൊണ്ട് അതുകൂടി താങ്കളൊന്ന് വ്യക്തമാക്കണം. മോത്തിലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു, ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു. ഈശ്വരവിശ്വാസി അല്ലെന്ന് പറഞ്ഞിട്ട് കഥകടച്ചിരുന്ന് നിസ്കരിക്കേണ്ട അവസ്ഥയാണ്. അതിൻ്റെ ആവശ്യം എന്താ? ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആദ്യമായി ഇന്ത്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ ഈശ്വരനിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ ഞാനൊരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. പടച്ചവൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസമുള്ളവർ അവരുടേതായി പറയും. നെഹ്റു പറഞ്ഞത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ്. അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളുമായി സംവദിക്കുന്നത്. അങ്ങനെ ഒരുപാട് പരമപ്രധാനമായ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുകയും രാജ്യം ഇന്ന് കാണുന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആണ് താങ്കൾ ഇത് പറഞ്ഞത്. താങ്കൾ എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്ത് കാര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി താങ്കളുടെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനും സേവനത്തിനും ഇടയ്ക്ക് താങ്കൾ ചെയ്തത്? എന്ത് മഹത്ത് കാര്യമാണ്? ഭരണഘടനയിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നോ? അത് ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണങ്ങൾ നൽകിയോ? അതോ ഇവിടെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും താങ്കൾ ചെയ്തോ? അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം നെഹ്റുവിൻ്റെ മാത്രം സംഭാവനയാണ്. അപ്പോൾ താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഈ ഭരണഘടനയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? താങ്കളുടെ ആവശ്യപ്രകാരം ഏതെങ്കിലും അമെൻമെൻറ്റ് പ്രൊസീജിയർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നടന്നിട്ടുണ്ടോ? പോട്ടെ, കേരളത്തിൽ എന്ത് മാറ്റമാണ് താങ്കൾ കൊണ്ടുവന്നത്? കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിലേക്കും കമ്മ്യൂണിസ്റ്റിൽ നിന്നും BJPയിലേക്കും ഇങ്ങനെ ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ എന്ത് മാറ്റമാണ് താങ്കൾ ഈ രാജ്യത്തോ ഈ സംസ്ഥാനത്തോ അല്ലെങ്കിൽ താങ്കൾ ഭരിക്കുന്ന മണ്ഡലം, ഏത് മണ്ഡലത്തിലാണ് താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവായി നടക്കുന്നത്? ആ മണ്ഡലത്തിലെങ്കിലും താങ്കൾ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നോ?
മാറ്റം മീൻസ് ഞാൻ റോഡ് പണിഞ്ഞു 5 ലക്ഷം രൂപയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കെട്ടി എന്നുള്ള സ്ഥിരം രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ രാജ്യത്ത് ജവഹർലാൽ നെഹ്റുവിനെ വരെ ഇത്രയും വിമർശിക്കാൻ കഴിവുള്ള താങ്കൾ എന്തെങ്കിലുമൊക്കെ അതുപോലുള്ള മഹത് കാര്യങ്ങൾ ഒന്നുകിൽ അവരുടെ തോളോടൊപ്പമെങ്കിലും നിൽക്കുന്ന കാര്യങ്ങൾ താങ്കൾ ചെയ്തിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, എന്ത് മഹത്ത് കാര്യമാണ് താങ്കൾ ചെയ്തത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്തോ? അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സാധനം, അതോ ഈ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന നമ്മുടെ ലക്ഷ്യപ്രമേയങ്ങളുണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും മാറ്റം? പിന്നെ പ്രിയാമ്പിളൊക്കെ കൊണ്ടുവരുന്നതിനകത്ത് പ്രധാന പങ്ക് അദ്ദേഹത്തിൻ്റെയും കൂടെ കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു. അതിനകത്ത് താങ്കൾ ഉണ്ടായിരുന്നോ അന്ന്? അപ്പോൾ അന്ന് നിങ്ങൾ ഒരുമിച്ചായിരുന്നോ അന്ന് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അത് ഭേദഗതികളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയി എന്നത്? ആ സമയത്താണോ അദ്ദേഹം മുറിയടച്ച് നിസ്കരിച്ചത് താങ്കൾ കണ്ടത്? കഷ്ടമാണ് സാർ, ഇങ്ങനെ കോമാളിയായി നിൽക്കരുത്, കഷ്ടമാണ്. താങ്കളുടെ പല പല പ്രസ്താവനകളും പല പല കാര്യങ്ങളും നമ്മൾ ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കതിനകത്തൊന്നും ഒരു താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യം, താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, താങ്കളുടെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പക്ഷേ ഈ വക കാര്യങ്ങൾ, അതായത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയോ നമ്മുടെ ഭരണഘടന നിർമ്മിക്കാൻ മുൻകൈ എടുത്ത ഡോക്ടർ BR അംബേദ്കറിനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഘോരാത്രം പണിയെടുത്ത ഒരുപാട് ഇന്ത്യയിലെ നല്ല എന്താ പറയുന്നത് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അപ്പം അവരെ ഒന്നും ഇതുപോലെ തൊട്ട് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാനെന്നല്ല, ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സാറിനെതിരെയുള്ള പൊങ്കാലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പം സ്കൂളുകളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള ഒരു സമയമൊന്നും കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ്. അപ്പം താങ്കൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളായതുകൊണ്ട് താങ്കൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി, രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൂടി, ദേശീയ പതാക ഉയർത്തി നിന്നിട്ട് അവിടെ നിന്ന് നാരങ്ങ മുട്ടായി കഴിച്ചിട്ട് അതിനകത്ത് നോക്കി ഇങ്ങനെ സല്യൂട്ട് വയ്ക്കുന്ന രാജ്യസ്നേഹത്തിനപ്പുറം, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് കളിക്ക് പാകിസ്ഥാനിൽ നിന്ന് ഔട്ടാവുമ്പോൾ പിന്നെ ഇന്ത്യക്കാർ വിഷമിക്കുകയും ഇന്ത്യ ഔട്ടാവുമ്പോൾ ഇന്ത്യക്കാർ സന്തോഷിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ക്രിക്കറ്റ് കളിക്ക് ആവേശത്തോടു കൂടി കൈയടിക്കുന്ന രാജ്യസ്നേഹമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു രാജ്യസ്നേഹം താങ്കൾക്കുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ. എനിക്ക് രാജ്യം എന്ത് തന്നില്ല, രാജ്യത്തുള്ളവരെല്ലാം ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്ന് കുറ്റം പറയുന്നതിലുപരി ഞാൻ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോഴാണ് താങ്കൾ ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാകുന്നത്. അല്ലാതെ ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞ് എനിക്ക് രാജ്യമൊന്നും തന്നില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നും തന്നില്ല, ഇനി താങ്കൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ഇങ്ങനെ ചിരിപ്പിക്കരുത് ദയവായിട്ട് സാർ കേട്ടോ. ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചൊന്ന് ചിന്തിക്കണം, ഞാൻ എന്ത് ചെയ്തു രാജ്യത്തിന് വേണ്ടിയെന്ന്. ഓക്കെ, താങ്ക് യു.